യെസ്, ആദ്യം നമ്മൾ അങ്കോലയിലേക്ക് തന്നെയാണ് പോകുന്നത്. അർജുനായുള്ള കാത്തിരിപ്പ്, തെരച്ചിലൊക്കെ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കരസേനയും നാവികസേനയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ തുടരുക. ISROയുടെയും NITയുടെയും വിദഗ്ധ സംഘം തെരച്ചിലിന് സഹായം നൽകും. ദേശീയപാതയിലെ മണ്ണ് നീക്കം ഇന്ന് പൂർത്തിയാകും. പുഴയിലും തെരച്ചിൽ ശക്തമാക്കാനാണ് തീരുമാനം. സുനിൽ ഐസക് ഉണ്ട് അങ്കോലയിൽ നിന്ന്. സുനിൽ, കഴിഞ്ഞ 6 നാളുകളായി നമ്മൾ കാത്തിരിക്കുന്ന വാർത്ത ഇതുവരെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഏതാണ്ട് പ്രദേശത്തെ ദേശീയപാതയിലുള്ള 98% മണ്ണ് നീക്കം ചെയ്തിട്ട് പോലും ഒരു തടിക്കഷ്ണം പോലും ആ ലോറിയിലേത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന നിഗമനങ്ങൾ അനുസരിച്ച് ഈ ലോറി പുഴയിലേക്ക് പോയിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി ഇനിയിപ്പോൾ തെരച്ചിൽ പുഴയിലേക്കും അവിടെയുള്ള മൺതിട്ടയിലേക്ക് കൂടെ വ്യാപിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പുറത്തു വരികയാണ്. അത്തരത്തിലുള്ള തെരച്ചിൽ തന്നെയായിരിക്കുമോ ഇന്നിപ്പോൾ ആരംഭിക്കുക? രക്ഷാദൗത്യം ഇന്നത്തെ രക്ഷാദൗത്യം പുനരാരംഭിച്ചോ? ജിൽസി, 7ാം ദിവസത്തെ തെരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണ്. വലിയ കനത്ത മഴ പെയ്യുന്നു പ്രദേശത്ത്. ഇന്നലെ രാത്രി മുഴുവൻ അതിശക്തമായ മഴ തുടരുകയായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു തെരച്ചിലിൻ്റെ രീതി ഒരുപക്ഷെ ഇന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ റോഡിനോട് ചേർന്നിട്ടുള്ള വീണ മണ്ണിലാണ്, ഈ മണ്ണിനടിയിലാണ് ലോറി ഉണ്ടത് എന്നായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഏതാണ്ട് ഒരു 60% മണ്ണും അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ലോറിയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ തടി കയറ്റിയ ലോറിയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ റെസ്ക്യൂ ടീമിലുള്ള അംഗങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്, ഒരുപക്ഷെ ആ ലോറി അവിടെ തന്നെ ഉണ്ടാകും. വലിയ തോതിലുള്ള വലിയ പാറക്കല്ലോ മറ്റോ വന്ന് ഈ ലോറിയുടെ മുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ലോറി അമർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അതിന് മുകളിലേക്ക് മണ്ണ് വന്ന് വീണാൽ ആ ലോറി കണ്ടെത്താനുള്ളൊരു പ്രയാസമുണ്ട് സ്വാഭാവികമായും. അതുകൊണ്ട് കുറേ കൂടി മണ്ണ് ആ പ്രദേശത്തെ മാറ്റാമെന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ റെസ്ക്യൂ ടീമിലുണ്ടായിരുന്ന ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അർജുനടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞത്. എന്തായാലും പക്ഷേ മറ്റൊരു ആവശ്യം കൂടി ഇവരുടെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഈ പുഴയുടെ അരികു കൂടി പരിശോധിക്കണം. മാത്രമല്ല കുറേ കൂടി വേഗത തെരച്ചിലിന് വേണം. കുറേ കൂടി ശാസ്ത്രീയമായ തരത്തിലുള്ള പരിശോധന ആവശ്യമാണ് എന്ന തരത്തിലൊക്കെയുള്ളൊരു ആവശ്യം അവരുടെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ കരയിൽ വലിയ തോതിൽ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഭാഗം കൂടി പരിശോധിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഉള്ളത്. ഈ മിലിറ്ററിയുടെ ഒരു 60 അംഗ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ആ സംഘം പരിശോധിക്കുക. പുഴയുടെ കരയിലുള്ള മണ്ണ് വീണ് കിടക്കുന്ന ഭാഗത്തായിരിക്കും പരിശോധന നടത്തുക. നിലവിൽ അവിടെ ബാക്കിയുള്ള റെസ്ക്യൂ ടീം, അതായത് ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് എത്തിയിട്ടുള്ള NGOs ആയ കുറേ ആളുകളുണ്ട്. അതായത് ഈ റെസ്ക്യൂ ആയി വന്നിട്ടുള്ള കുറേ ആളുകൾ, അവരടക്കമുള്ള ആളുകൾ ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗവും കൂടി പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിനൊപ്പം റഡാർ സംവിധാനം ഇന്ന് സ്ഥലത്തെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈന്യം ഇന്നലെ അതിൻ്റെ മേജർ അഭിഷേകുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് 15 അടി താഴത്തിൽ വരെയുള്ള മെറ്റൽ കണ്ടന്റ് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റഡാർ സംവിധാനം ഇന്ന് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടുള്ളൊരു പരിശോധനയായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക. ഒപ്പം സമാന്തരമായി തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പുഴയുടെ അരികിൽ കൂടിയുള്ള പരിശോധനയും കൂടി ഇന്ന് നടക്കും. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, സൈന്യത്തിൻ്റെ സേവനം ഇന്നും കൂടി മാത്രമേ ഉണ്ടാവൂ. ഇന്നലെ ആണ് സൈന്യത്തിൻ്റെ 60 അംഗ സംഘം എത്തിയത്. അവരിന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ അവർ വീണ്ടും പരിശോധന നടത്തും. ഇന്ന് വൈകിട്ടോടുകൂടി സൈന്യം പരിശോധന അവസാനിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. സ്വാഭാവികമായും ഇന്നത്തെ ദിവസത്തെ പരിശോധന കൂടി നിർണായകമാണ്. ഇന്നുകൂടി ലോറി കണ്ടെത്താൻ കഴിയുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഇന്നുകൂടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് വരും ദിവസങ്ങളിൽ മണ്ണ് അത് പൂർണ്ണമായും മാറ്റി കഴിഞ്ഞു. ഏതാണ്ട് 90% മാറ്റി എന്ന് പറയുമ്പോൾ ദേശീയപാതയിൽ ഇനി തെരച്ചിൽ തുടരാനുള്ള സാധ്യത അവിടെ അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
ജിൽസി 90% മണ്ണ് അവിടെ നിന്നും മാറ്റിയിട്ടില്ല. അത് ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് 90% മണ്ണ് മാറ്റിയെന്നാണ്. പക്ഷെ അങ്ങനെ മണ്ണ് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഏറിയാൽ ഒരു 60% മണ്ണ് ഇന്നലെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ബാക്കി മണ്ണ് അവിടെ കിടക്കുകയാണ്. അതായത് ഈ സ്ഥലം, ഈ ലോറി പാർക്ക് ചെയ്യുന്ന ഒരു കർവ് പോലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് കുറേ മണ്ണ് വന്ന് വീണ് കിടക്കുന്നുണ്ട്. ഈ സ്ഥലത്താണ് ഈ ലോറി പാർക്ക് ചെയ്ത് അർജുൻ അവിടെ കിടന്ന് ലോറിക്കുള്ളിൽ ഉറങ്ങിയത് എന്നാണ് ദൃക്സാക്ഷികളുടെയും മറ്റും മൊഴി. സ്വാഭാവികമായും ആ പ്രദേശത്തെ മണ്ണുകൂടി നീക്കേണ്ടതുണ്ട്. അതുകൂടി നീക്കണം. അവിടെ ലോറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നിലവിൽ ഈ സംഘത്തിലുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന കൂടിയായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക. സുനിൽ, അപ്പോൾ തന്നെ റഡാറിന്റെ സഹായത്തോടുകൂടെ വീണ്ടും ഒരു പരിശോധന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഇത് കണ്ടെത്താൻ ഇതുവഴി കഴിഞ്ഞിട്ടില്ല. നേരത്തെ റഡാർ സിഗ്നൽ ലഭിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇന്നലെ വിഷ്വൽ കാണിച്ചതാണ്. അവിടെ ഒരു അടയാളമൊക്കെ ഇട്ട് അവിടെ നിന്നുള്ള മണ്ണ് മാറ്റി ആ സ്ഥലം പൂർണ്ണമായി പരിശോധിച്ചു കഴിഞ്ഞു. അവിടെ ലോറി ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. ആ സ്ഥലത്ത് ഇന്നലെ പരിശോധന പൂർത്തിയാക്കി. അതിൽ 2 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ GPRSന്റെ സിഗ്നൽ ലഭിച്ചത് അവിടെ നിന്നായിരുന്നാണ് ബന്ധുക്കളും മറ്റും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, റഡാർ ഉപയോഗിച്ച് അന്ന് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് ചില സിഗ്നലുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു വിഷയമെന്ന് പറയുന്നത്, ഈ വിദഗ്ധർ പറയുന്നത് ഈ റഡാറിൻ്റെ സിഗ്നലിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ മെറ്റൽ കണ്ടന്റിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശത്തൊക്കെ ഒരുപക്ഷെ ഈ റഡാറിൻ്റെ സിഗ്നൽ ലഭിക്കും. അത് പക്ഷേ ലോറിയോ വാഹനങ്ങളോ ഒന്നും ആയിരിക്കണമെന്നില്ല. മറ്റെന്തെങ്കിലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ആ സ്ഥലം എന്ന തരത്തിലേക്ക് കൃത്യമായി നമുക്ക് ഒരു സൂചന അവിടെ തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ ഒരു വിദഗ്ധ സംഘം പറയുന്നത്. സ്വാഭാവികമായും ഇന്ന് ചെയ്യുന്നത്, മാത്രമല്ല കഴിഞ്ഞ ദിവസം നടത്തിയ ഈ റഡാർ ഏതാണ്ട് 2-3 മീറ്റർ താഴ്ചയിൽ മാത്രമുള്ള ഈ മെറ്റൽ സാന്നിധ്യം കണ്ടുപിടിക്കാൻ കഴിയുന്ന സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുറേ കൂടി ആഴത്തിലുള്ള മെറ്റൽ കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റഡാർ സംവിധാനമാണ് ഇന്ന് സേന മംഗളൂരുവിൽ നിന്ന് എത്തിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അവർ വിമാനമാർഗം ഇന്ന് രാവിലെയോടുകൂടി ഈ റഡാർ സംവിധാനം ഇവിടെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് 15 മീറ്റർ ആഴത്തിൽ പോലുമുള്ള ഈ മെറ്റലിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. സ്വാഭാവികമായും അത് ഉപയോഗിച്ച് 2 പരിശോധന നടത്താം. ഒന്ന്, ഈ നിലവിൽ ബാക്കി കിടക്കുന്ന റോഡരികിലെ മണ്ണിലും, മറ്റൊന്ന് ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന മണ്ണുണ്ട്. ആ പ്രദേശത്തും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്താനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. യെസ്, എന്തായാലും അങ്കോലയിൽ തെരച്ചിൽ 7ാം ദിനം തുടരുകയാണ്. ഇന്നിപ്പോൾ കരസേന റഡാറുകളടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഇന്നലെ 90% മണ്ണ് നീക്കി കഴിഞ്ഞു. ഈ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് അർജുൻ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും അങ്ങനെയല്ല വസ്തുതകൾ എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 60% മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളൂ. മാത്രമല്ല, ഈ റോഡിന് സമീപത്തായി, വീതിയുള്ള റോഡിന് ദേശീയപാതയ്ക്ക് സമീപത്തായി ഒരു വളവുണ്ടായിരുന്നു. ആ ഒരു വളവിൻ്റെ ഭാഗത്താണ് ഈ കടയും ഒപ്പം തന്നെ ഈ ലോറി നിർത്തിയിടുന്ന സ്ഥലവും ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സ്ഥലം അവിടെ പരിശോധിക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ സ്ഥലത്തേക്കുള്ള പരിശോധന കൂടി ഇന്ന് നടക്കുമോ, അതോ ഇന്ന് പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ തന്നെ വിശദമായി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ